ഹലോ, ആ മോളെ പറ. ഞാൻ നേരത്തെ കണ്ട സ്ഥലത്ത് തന്നെയുണ്ട്. ശരി ശരി ശരി. ആ, എന്ത് വള്ളിക്കെട്ടാണാവോ പറ്റും? എന്ത് പറ്റി മോളെ? എന്താണ് കാണണമെന്ന് പറഞ്ഞത്? എന്താണ് മോളെ പ്രശ്നം? എന്നാ എന്റെ സ്വർണ്ണല്ലേ അതിന്റെ കാശ് വേഗം താ. അതിനു വേണ്ടിയാണല്ലോ സ്വർണം പണയം വെക്കാൻ തന്നത്. റോൾഡ് ഗോൾഡ് പണയം വെച്ചാ കാശ് തരാൻ പറ്റില്ലെന്നാ അവര് പറഞ്ഞത്. റോൾഡ് ഗോൾഡാ? അതെ, റോൾഡ് ഗോൾഡ്. അവര് പോലീസിനെ വിളിക്കാൻ പോയതാ. ഒരു വിധത്തിലാ ഞാൻ രക്ഷപ്പെട്ടത്. സത്യമായിട്ട് എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല മോളെ. ഞാൻ നിരപരാധിയാണ്. അവര് പോലീസിനെ വിളിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? മോളെ 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 അങ്ങനെ വരുവായിരുന്നു ജാമ്യത്തിൽ എടുക്കാന്. അങ്ങനെ ചോദിച്ചാ ഞാൻ ചിലപ്പോ വരൂലായിരിക്കും. വേറെ ഒന്നുമില്ല മോളെ, എനിക്ക് പോലീസുകാരെ ഭയങ്കര പേടിയാണ്, അതുകൊണ്ടാണ്. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ അതും കൂടി പറഞ്ഞോ. അന്ന് ഞാൻ പറഞ്ഞല്ലേ ആ പിന്റോ അവൻ വെറും യൂസ്ലെസ് ആണെന്ന്. അവൻ യൂസ്ലെസ് മാത്രല്ല, കള്ളൻ, തെണ്ടി. എനിക്ക് അവന്റെ കാശ് കിട്ടണം. എന്നെ ഞാൻ അങ്കിളുടെ വീട്ടിലേക്ക് വരൂ. എന്റെ വീട്ടിലേക്ക് എന്തിനാ വന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാണ്? അങ്കിളല്ലേ എനിക്ക് പിന്റോന്റെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിച്ചു തന്നത്. അപ്പൊ അങ്കിള് കൂടി ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഇതാണ് ഒരാളെ സഹായിക്കാൻ പാടില്ലെന്ന് പറയുന്നത്. ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്താണ്. അതൊന്നും പറഞ്ഞാ പറ്റൂല. എനിക്ക് എന്റെ കാശ് കിട്ടണം. കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ പോകേണ്ടി വരും. പോകാം, എന്റെ ആവശ്യമായി പോയില്ലേ. പക്ഷെ അങ്കിളും വരണം. ഞാൻ എന്തിനാണ് വരുന്നത്? മോളൊറ്റക്ക് പോയാ പോരെ? ഇതൊക്കെ ചെറിയ കാര്യമല്ലേ? ചെറിയ കാര്യോ? 1 ലക്ഷം രൂപയുടെ കാര്യമാണ്. അങ്കിളും വരണം. അങ്കിളുടെ ഐഡിയ ആയിരുന്നല്ലോ. എന്നെ വെറുതെ പ്രഷർ അടിപ്പിക്കല്ലേ മോളെ. മോക്കറിയാമോ, പ്രഷറിന്റെ ഗുളി കഴിക്കുന്ന ആളാണ്. അതുകൂടാതെ ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. മോള് പേടിപ്പിച്ച് എനിക്ക് എന്റെ ഹാർട്ട് അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യും? ഇതൊക്കെ വന്ന് അങ്കിൾ തട്ടിപ്പോന്നതിന് മുൻപ് എനിക്ക് എന്റെ സ്വർണ്ണം എല്ലാം കാശ് കിട്ടണം. മോളെ, ഐ എം സ്റ്റിൽ എ ബാച്ചിലർ. എനിക്കൊരു കല്യാണം കഴിച്ചിട്ട് വേണം മരിക്കാൻ. ഈ വഴിക്ക് പോവുകയാണെങ്കിലേ അങ്കിൾ അതിന് മുൻപേ തട്ടിപ്പോകും. മോളെ മോളെ ഞാൻ സഹായിക്കാനല്ലേ നോക്കിയത്? അങ്കിളുടെ സഹായത്തിന് കൂടി പോയി. ഞാൻ ഇനി എന്ത് ചെയ്യുന്നു കൂടി പറ. അത് തന്നെയാണ് ഞാനും ചോദിക്കണത്. എന്നെ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തന്നൂടെ? ഇല്ല, എന്റെ ആകെ പിടിവള്ളി ഉള്ളത് അങ്കിളാണ്. മരുമോനെ, നീ എനിക്കിട്ട് തന്നെ പറഞ്ഞതല്ല. അതെ, ആ ബേഡി കൂടി ഉണ്ടായില്ലേ ഈ ഐഡിയ ഒക്കെ പറഞ്ഞു തരാൻ നേരത്ത്? നമുക്ക് അവനെ വിളിച്ചാലാ? വിളി, ആരെ വേണം വിളി. എനിക്ക് എന്റെ സ്വർണം കിട്ടണം, അല്ലെങ്കിൽ കാശ്. മോള് ചോദിച്ചാ ബേഡിയെങ്കിലും കാശ് കടം തരും. കടം മേടിച്ചിട്ട് ആര് തിരിച്ചു കൊടുക്കും കാശ്? അത് നമുക്ക് പിന്റോനെ കൊണ്ട് എഗ്രിമെന്റ് ഏൽപ്പിക്കാം. അയ്യോ, നമുക്ക് അവനെ വിളിച്ചു വരുത്തണ്ടേ? അത് മറന്നുപോയി. എല്ലാം ഉണ്ടാക്കിയത് അവനല്ലേ? ഹലോ, എടാ പിന്റോ, നീ എവിടെയാണ്? എടാ, നമ്മുടെ മെൽഡ സ്വർണം പണയം വെച്ചിട്ട് നിനക്ക് തരാൻ ഒരു 30,000 രൂപ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ വേഗം വന്നത് എടുത്തോ. കാരണമേ അല്ലെങ്കിൽ ബേഡിയെങ്കിൽ അത് മേടിച്ചുകൊണ്ട് പോകും. വേഗം വാ. ഹായ്, എന്നെ മനസ്സിലായില്ലെങ്കിൽ അന്ന് ഹോസ്റ്റലിൽ നോക്കാൻ വന്നിരുന്നു. മനസ്സിലായി, എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഒരു വണ കണ്ടാ മതി. ഓ, എന്നാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറഞ്ഞത്? ഞങ്ങള് 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാതിരിക്കുവായിരുന്നു. മഫ്റ്റിയിലാണോ? അല്ല. അതെ, വേഗം ജോയിൻ ചെയ്തോളൂ. MLA MP മുതൽ മുകളിലേക്ക് റെക്കമെൻഡേഷൻ വന്നോണ്ടിരിക്കുക. അയ്യോ, ഞങ്ങള് വേറെ ആർക്കും കൊടുക്കില്ല. ഞങ്ങൾ 5 പേരായിട്ട് വരാൻ നിൽക്കുമായിരുന്നു, അതുകൊണ്ടാ. അല്ല, ഞങ്ങളെന്തോടെ നമ്മുടെ ഹോസ്റ്റലിലേക്ക് പുതിയ കുക്ക് ഇവിടെ വരാന്നാ പറഞ്ഞേ. അയാളെ കാണാൻ വേണ്ടിട്ടാ. നിങ്ങൾക്ക് നല്ല ഭക്ഷണം തരണല്ലോ. പിന്നെ വേണം. പക്ഷെ ഞങ്ങളെ കാശ് കൂട്ടരുത്. ഒരിക്കലും ഇല്ല. കാശ് ഇന്ന് വരും, നാളെ പോകും, മറ്റന്നാൾ കംപ്ലീറ്റ് ആയിട്ട് പോകും. അതല്ലേ അത്? അതെ, ഞങ്ങളുടെ ഫിലോസഫിയുള്ള. കുട്ടി മാരീഡ് ആണോ? ഞങ്ങള് കല്യാണം കഴിക്കരുത്. ഒരു ഫ്രീഡം സ്പോയിലറാണ് മാരേജ്. അല്ല, എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ. പക്ഷെ വീട്ടുകാരുടെ പ്രഷറിന് വഴങ്ങി നമ്മൾ കഴിക്കേണ്ടി വരുള്ളൂ. കറക്റ്റ്. എന്റെ കാര്യത്തിൽ ഇത് തന്നെയാ സംഭവിച്ചത്. എനിക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അയ്യോ, അത് കഷ്ടായിപ്പോയി.
കല്യാണം കഴിക്കാതെ ഇങ്ങനെ പാറി പറന്ന് നടക്കണം, യാതൊരു കെട്ടുപാടുകളില്ലാതെ ഉത്തരവാദിത്തമില്ലാതെ. അങ്കിളിന് കുറച്ച് നേരത്തെ ജനിച്ചു പോയതില് നല്ല വിഷമമുണ്ടല്ലേ? തീർച്ചയായും. രാത്രി കാലങ്ങളിൽ ചായക്കടയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും മുട്ടിയൊരുമിരുന്ന് വർത്താനം പറയണ കാണുമ്പോൾ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് അസൂയ തോന്നാറുണ്ട്. അതെ, അങ്കിളിന് അവരുടെ ഇടയിലേക്ക് ഒന്ന് പോയിരിക്കാൻ നല്ല ആഗ്രഹമുണ്ടല്ലേ? എനിക്ക് മാത്രമല്ല, എൻ്റെ പ്രായത്തിലുള്ള പലർക്കും ഉണ്ട്. എന്ത് ചെയ്യാൻ? വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം എന്നല്ലേ? ഹലോ റാൻസി, എടാ ഞാൻ മാർക്കറ്റിൽ പ്രഷറിൻ്റെ ഗുളിക മേടിക്കാൻ വന്നാ. ഇതിപ്പോൾ വരും. ഓക്കെ ശരിടാ, ഇവിടെ ശബ്ദം. ഓക്കെ ശരിടാ. മോളെ, ആ പിൻഡോ ഇപ്പം ഇങ്ങോട്ട് വരും. ഞാൻ അവനെ മോളുടെ കയ്യിലോട്ടങ്ങാടി ഏൽപ്പിക്കും. മോൾ അവൻ്റെ വീട്ടിൽ പോവേ ഒളിച്ചോടി പോവേ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്നെ രക്ഷിക്കണം പ്ലീസ്. അങ്കിള് വന്നാ നീ? ഒരു 50,000 രൂപ തരായിരുന്നു. ബാക്കി 20,000 രൂപ ഞാൻ തന്നാ മതിയാ? കാശ് ആദ്യം വന്നാലേ ഞാൻ മേടിക്കണം. അച്ചോടോ. 20,000 ചോദിച്ചിട്ട് 1,00,000 രൂപ തോന്നുന്നു. നിന്നോട് ആരാണ് പറഞ്ഞത് അമ്മളുടെ പണയം വെക്കാൻ റോൾഡ് ഗോൾഡ് കൂടെ കൊടുക്കാൻ? റോൾഡ് ഗോൾഡ് പച്ചാളം പള്ളി പെരുന്നാൾ വാങ്ങിയതാണ്. പോലീസ് നിന്നെ പിടിക്കാൻ ഇപ്പൊ ഒരുപാട്. സത്യമായിട്ട് സ്വർണ്ണമൊന്നും പറഞ്ഞവളറിയുമ്പോ തന്നത്. റീമേ അവളാരാണ്? ജോർജ് എന്നൊന്നും പറഞ്ഞല്ലേ നീ ആദ്യം പറഞ്ഞത്? ആ ജോർജിന്റെ ഗേൾ ഫ്രണ്ടാണ്. ഇവൻ വാ തുറന്നോണല്ലാതെ പറയൂല. നീ നന്നാവൂല. സത്യമാണെങ്കിൽ ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. വിശദമായിട്ട് പറയാം. നീ ഒന്നും പറയണ്ട. പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ച്, ഇനി പറയാൻ പോണതും ഞാൻ വിശ്വസിച്ച്. നീ തീർന്നടാ, നീ തീർന്ന്. ഞാൻ എന്ത് ചെയ്യും? നീ ഒന്ന് പതിയെ തിരിഞ്ഞു നോക്കി. നൈസ് ഷോട്ട്. 2,00,000 തന്നെ. താനിത് എവിടെ പോയി കിടക്കായിരുന്നു? എന്തൊക്കെയാണ് ഈ കൊച്ചിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വേണ്ട, സത്യമായിട്ട് എന്നെ വിശ്വസിക്കണം. ഞാൻ നിരപരാധിയാണ്. എടോ, താനൊന്നും ഇവരുടെ കാര്യം ഒന്ന് ഏറ്റെടുക്കണം. എൻ്റെ പ്രഷറിന്റെ ഗുളിക തീർന്നിരിക്കുകയാണ്. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അതൊന്ന് മേടിച്ചിട്ട് വരാം. ഓക്കെ മോളെ, ശരി. എന്താ എന്തുവാടേ രണ്ടും കൂടി?